ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബോച്ചെ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത്. ബോച്ചെ ജാമ്യമില്ലാ ജയിലിൽ, ബോബി ചെമ്മണ്ണൂർ പ്രതിയായ കേസിൽ കോടതിയിൽ വാദം തുടരും. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായ കാര്യവും അതിന്റെ കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപം പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതി ഹാജരാക്കി. 6-ാം തീയതി കേസ് കൊടുത്താണ്, 8-ാം തീയതി ആയപ്പോഴാണ് കേസ് നടന്നിരിക്കുന്നത്. അപ്പോ ഇന്നലെയാണ് ആ ഒരു സംഭവം ലോകത്തിന് മുന്നിൽ അരങ്ങേറിയത്. കാരണം ഇത്രയും വലിയ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കേസ് കൊടുക്കുന്നതിനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ അതിനും വലിയൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. വാക്കുകൊണ്ടും ഒരാളെ മുറിവേൽപ്പിക്കാം എന്നും നമ്മൾ പറയുന്നു കേൾക്കും. അതുകൊണ്ട് കൊച്ചി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് 2-ലാണ് ഇയാളെ പോലീസ് ഹാജരാക്കിയത്. കേസിലെ വാദം പുരോഗമിക്കുകയാണ്. ബോബി ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. സ്ത്രീയുടെ ശരീരഘടനയെ കുറിച്ച് അശ്ലീലചുവയോടെ സംസാരിക്കുന്നത് കണക്കാക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മറ്റൊരു കേസിൽ വിധിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. താൻ മനഃപൂർവ്വം യാതൊരു തെറ്റും ചെയ്തില്ല എന്ന് അധിക്ഷേപവും നടത്തിയില്ല എന്നാണ് വാദം. ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച് താൻ പറഞ്ഞത് ആരെയും അപമാനിക്കാനുള്ള കാര്യങ്ങളായിരുന്നില്ലെന്നും ഇത് യഥാർത്ഥ പ്രയോഗമാണെന്നും ആളുകൾ വ്യാഖ്യാനിച്ചെടുത്തതാണെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെയും കന്യാസ്ത്രീ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെയും DP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിഭാഗത്തിനും ഹാജരായതിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നയാളെ അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ 75-ാം വകുപ്പ്, MT ആക്ടിൽ 67-ാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂർ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം ബുധനാഴ്ച വൈകിട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് വിവരം. അതിനിടെ കേസിൽ പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വൈകിട്ട് കോടതി രഹസ്യമൊഴിയിലൂടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയതെന്ന് നടി രഹസ്യമൊഴി നൽകിയതിന് കാരണത്താലാണ്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പോലീസ് നടപടി ഹണി റോസ് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിന്, മുഖ്യമന്ത്രി പിണറായി വിജയന്, കേരള പോലീസിനും താനും എന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അപ്പോ ബോബി ചെമ്മണ്ണൂർ വലിയൊരു വ്യവസായ പ്രഗത്ഭ, ജനങ്ങൾ വാർത്തെടുത്തുകൊടുക്കും അപ്പുറം വലിയൊരു കാറ്റഗറിയിൽ ജീവിക്കുന്ന വ്യക്തി. സമൂഹം എല്ലാവരും ഈ ഒരു പച്ചയായ സത്യം മനസ്സിലാക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയൊരു വ്യവസായി ഈ നാട്ടിൽ ജീവിക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിലുള്ള അശ്ലീല വാക്കുകൾ സംസാരിച്ചതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയൊരു കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കിടക്കേണ്ടി വന്നതിന്റെ ഒരു വലിയൊരു
വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് എങ്ങനെയാണെന്നും ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആ തെറ്റുകൾ സമ്മതിക്കുന്നില്ല എന്നതാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കോടതി വിധിക്ക് ശേഷം നാട്ടിലേക്ക് പോകാൻ നിറകണ്ണുകളോടെ ബോബി നിൽക്കുകയാണ്. അങ്ങനെ കുരുകുന്ന ഒരു അന്വേഷണ രീതിയും കുരുക്കിൽ നിൽക്കുന്ന ഒരു അന്വേഷണ ഭീതി അദ്ദേഹത്തെ മൈൻഡിൽ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ച രീതിയിൽ തന്നെ ബോച്ചെ പോലീസ് പിടിയിലായത്. ബോച്ചായിക്കുള്ളാക്കി ഹണി റോസ് അറസ്റ്റിലാക്കും, സുപ്രധാന വീഡിയോ പുറത്തു വരും എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. ബോച്ചെ എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് നേരത്തെയും അറിയുന്ന വ്യക്തിയാണ്. മാധ്യമം അദ്ദേഹത്തെ എങ്ങനെയാണ് ഇതിലിരയാക്കിയതെന്നും നമുക്ക് കേൾക്കാം. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ എന്ന വിവരമാണ് വരുന്നത്. ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസമൊക്കെ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ എവിടെ നിന്നാണ് കസ്റ്റഡി എടുത്തത് നടക്കമുള്ളത് അറിയേണ്ടതുണ്ട്. ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായത്. കൊച്ചി അഭിഭാഷകരുമായി ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഗുരുതര വകുപ്പ് ചുമത്തിയുള്ള കേസെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം അഭിഭാഷകരുമായി ബന്ധപ്പെട്ടത്. എന്തായാലും ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് കടുത്ത നടപടികളിലേക്ക് തന്നെ, ശക്തമായ നടപടികളിലേക്ക് തന്നെ പോലീസ് നീങ്ങുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുത്തത് എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള പരാതി കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് നൽകിയത്. ആദ്യഘട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രമാണ് തന്നെ തുടർച്ചയായി ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അപമാനിക്കുന്നു, അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നു, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതി ഹണി റോസ് അറിയിച്ചത്. പക്ഷേ പിന്നാലെ തന്നെ അതിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശങ്ങളൊക്കെ നടത്തിയ കമന്റിട്ടവർക്കെതിരെ പരാതി നൽകുകയായിരുന്നു. 30 പേർക്കെതിരെ അങ്ങനെ പോലീസ് കേസെടുക്കുന്നു. അതിൽ ഒരാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു തുറന്ന പോരാട്ടം, താൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി റോസ് രംഗത്തേക്ക് എത്തുകയും ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കേസെടുക്കുകയായിരുന്നു. എന്തായാലും ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ്, പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹണി റോസിനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു എന്നുകൂടി കഴിയുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പുകൂടി ഹണി റോസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കസ്റ്റഡിയിൽ എടുത്തത് വയനാട്ടിൽ നിന്നാണ് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു വയനാട്ടിൽ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കോയമ്പത്തൂർ പോകുന്ന സാധ്യതയുണ്ടോ? ബോബി ചെമ്മണ്ണൂരിന്റെ അടുത്ത നീക്കം അത്തരത്തിൽ അഭിഭാഷകരുടെ ഈ തരത്തിലായിരിക്കും നീങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വൈശാഖ് കോമട്ടിൽ വരുന്നവർ, വൈശാഖ് എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത്? വയനാട്ടിൽ നിന്ന് തന്നെയാണോ? വയനാട്ടിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊച്ചിയിലെത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഈ ഒരു പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇവിടെ നിന്നുള്ള സംഘം പുറപ്പെട്ടിരുന്നു. ആ സംഘമാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇന്ന് കോയമ്പത്തൂരുള്ള ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി എടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഷാജി ആയാലും ബോബി ചെമ്മണ്ണൂരായാലും പോലീസിന് മുന്നിൽ ഒന്നാണെന്നുള്ള വിവരം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഷാജി നേരത്തെ ഈ ഹണി റോസിനെതിരെ പോസ്റ്റ് ഇട്ട, അശ്ലീല കമന്റ് ഇട്ട പ്രതിയാണ്. അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് പോയി. സമാനമായ രീതിയിൽ തന്നെ ഈ പണത്തിന്റെ പൊങ്കൊന്നും ഈ വിഷയത്തിൽ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയാണ്. കടുത്ത നടപടിയിലേക്ക് തന്നെ ഇപ്പോൾ പോയിരിക്കുന്നു. ഇന്നലെ ഈ പരാതി ലഭിക്കുന്നു. ഹണി റോസ് ഇവിടെ എത്തി പരാതി നൽകുന്നു. പരാതിക്ക് തൊട്ട് പിന്നാലെ 1 മണിക്കൂറിനകം തന്നെ
തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതിന് കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിലേക്കുള്ള യാത്രാ മധ്യേ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് DCP തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ വിശദമായ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സെൻട്രൽ ACP ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സെൻട്രൽ ACP ആണ്, കൊച്ചിയിലെ സെൻട്രൽ ACP കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ കൈകാര്യം ചെയ്തു. ഇവിടെ തന്നെയാണ് ACPയുടെ ഓഫീസും അതോടൊപ്പം തന്നെ CAയും ഇവിടെ തന്നെയാണ്. ഇവിടേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹണി റോസ് നേരിട്ടെത്തി പരാതി നൽകിയത് കൊച്ചി സിറ്റിയിലാണ് പരാതി നൽകിയത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തുടർന്നുള്ള മണിക്കൂറുകൾ ഉണ്ടാകും. പ്രധാനമായും ഇന്നലെ ഈ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പാണ് ചാർത്താൻ സാധ്യത. അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് അധിക്ഷേപമായ ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകൾ കുന്തി ദേവി എന്ന് പറയുന്ന ഏതൊരു സീരിയലിനെ ഉപമിച്ച് അനി റോസിന് ഇഷ്ടമില്ലാത്ത ഏതോ വാക്കുകളാണ് അനി റോസിനെ ചൊടിപ്പിച്ചത് എന്ന് അങ്ങനൊരു വാക്ക് ചെമ്മണ്ണൂർ പറഞ്ഞതായി ഞാൻ കേൾക്കുന്നു. കാരണം അത് കണ്ടിരുന്നു ഞാൻ ആ ഒരു വേർഡ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റും. അതൊരു പരാമർശം തന്നെയാണ്. പക്ഷെ അതിലുപരി വലിയൊരു വ്യവസായിയാണ് ചെമ്മണ്ണൂർ എന്നത് നമ്മളാരും മറന്നു പോകരുത്. അതാണ് നമ്മളിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ എങ്ങനെയെന്ന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ആ കാര്യങ്ങൾ തുടർന്നുള്ള മണിക്കൂറിൽ മാത്രമേ വ്യക്തമാക്കൂ. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ്. ഒരുപക്ഷെ വയനാട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ യാത്ര മധ്യയായിരിക്കാം ഈ ഒരു നടപടികൾ നടന്നിട്ടുണ്ടാവുക. വാക്കുകളുടെ മുമ്പിലുള്ള ഒരു പരാമർശമാണ്. പക്ഷെ മതത്തെ ചൊല്ലി ഒരുപാട് ഇഷ്യൂസ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് ന്യൂസാണ്. ബന്ധപ്പെട്ട പരിപാടികൾ നടക്കേണ്ടിയിരുന്നത് അവിടെ ഈ പരിപാടികൾ 11 മണിയോട് കൂടി നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വിവരം പോലീസ് തന്നെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പൂർണ്ണമായി ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ പറയുമായി ഇവിടെ എത്തിക്കാം, ഉച്ചയോടൊക്കെ ശേഷം ഇവിടെ എത്തിക്കുമെന്നുള്ളതാണ് സൂചനകൾ. ഏതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ പരാതി ലഭിച്ചു അതിനെ തുടർന്നുള്ള മണിക്കൂറുകൾ എത്രയും വേഗം തന്നെ പോലീസ് നടപടികളിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് നീങ്ങി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വൈശാഖ്, നേരത്തെ ഒരു സൂചന ഉണ്ടായിരുന്നത് ഇന്ന് ഹണി റോസിന്റെ മൊഴി എടുക്കും, അതിനുശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂരെ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിൽ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ആയിരുന്നല്ലോ ആദ്യം ഒരു മൊഴിയെടുക്കാൻ വീണ്ടും ഹണി റോസിനെ വിളിപ്പിക്കുമെന്നാണ് പറയുന്നത്. പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഹണി റോസിന്റെ മൊഴി എടുക്കും, അതിനുശേഷം ഒരുപക്ഷെ ഒരു അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള അറസ്റ്റിൽ തന്നെ കാര്യം തീരുമാനമാവും. അതാണ് നമുക്ക് തോന്നുന്നത്. പ്രതീക്ഷിക്കാമോ? അതൊരു പരസ്യമായിരുന്നു. ഓക്കെ, ജെയിംസ്, അതിന് ഈ പറയുന്ന സമയം പോലീസിനുണ്ട്. കാരണം കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറിന് ശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്യാം. അതിന് അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കാം. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ആ സമയം എങ്ങനെ റെക്കോർഡ് എങ്ങനെയാണ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന ഈ അന്വേഷണത്തിന് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഘട്ടങ്ങളാണ്, വിവിധ ഘട്ടങ്ങളാണ്. നടന്നു കഴിഞ്ഞു. എത്തിച്ചിട്ടില്ല, ഓൺ ദ വേ എന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്നലത്തെ ന്യൂസാണ് നമ്മളിത് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു കേസിന് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഹണി റോസിന് വിശദമായ മൊഴി രേഖപ്പെടുത്തണം. വിശദമായ മൊഴി രേഖപ്പെടുത്തി അതിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരണം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇപ്പോൾ നിലവിൽ 2 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അത് BNS പ്രകാരമുള്ള ലൈംഗിക അതിക്രമത്തിനുള്ള സെക്ഷൻ 75. അതിൽ പ്രധാനമായും അധിക്ഷേപത്തിന്റെ കേസുകളും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് പരിധിയിലേക്ക് വരുമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് വിശദമായ മൊഴിയെടുക്കുമ്പോൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വിശദമായ മൊഴിയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. കാരണം ഇന്നലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ അടക്കമാണ് സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കൂടി പരിശോധിച്ച് അതിൽ കൂടുതൽ ഏതെങ്കിലും വകുപ്പുകൾ
ഇതിൽ ആഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ കൂടുതൽ വകുപ്പുകൾ ചാർത്താൻ കഴിയുന്ന ഒരു കേസാണ് ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ വരാൻ പോകുന്നത്. കടക്കുക. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദമായ മൊഴി ഹണി റോസിന്റെ കൂടി എടുക്കേണ്ടതുണ്ട്. ആ നടപടികളും ഇതോടൊപ്പം തന്നെ അതിവേഗം തന്നെ പോലീസ് നടപടികൾ, കൊച്ചി സിറ്റി പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്ന് തന്നെ ഇതിൽ വ്യക്തമാക്കി തന്നെ പറയാം. അതിൽ അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഹണി റോസ് നൽകിയ ആദ്യത്തെ പരാതിയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക കമന്റുകൾ, അതായത് ചോയോടുള്ള കമന്റുകൾ ഇട്ട ആളുകളെ കുറിച്ച് ലൈംഗിക കമന്റുകൾ ഇട്ടവർക്കും നിമിഷങ്ങളിൽ തന്നെ ഈ ഒരു കേസിൽ അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് വളരെ മോശമായ ഒരു സിറ്റുവേഷൻ കൂടി ഇതിൽ നിന്ന് അങ്ങനെ ഇടാനേ പറ്റില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാജിയോട് ഏത് തരത്തിലാണ് കേരള പോലീസ് നടപടിയെടുത്തത്, സമാനമായ രീതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ പണത്തിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ പരിഗണനയിൽ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. എന്തായാലും ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ജാമ്യമില്ലാത്ത നടപടി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയെടുത്തിരിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും. അതേ തുടർന്നുള്ള മണിക്കൂറുകളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് നമ്മൾ കേട്ടിരിക്കുന്നു. അറസ്റ്റ് നടന്നിരിക്കുന്നു. കോടതി വിധികളിൽ കുറെ കുരുക്കുകൾ വരുന്നു. മീഡിയ അലിഗേഷൻസ് ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ബട്ട് സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസിൽ പെട്ടാലുള്ള അനുഭവങ്ങളെ നമുക്കും മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അപ്പൊ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇത്രയും വലിയ രൂക്ഷമായ കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ജയിലിലാണോ എന്ന് ഇനി ചോദിച്ചാൽ അദ്ദേഹം ജയിലിലേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഒട്ടും ലൈംഗിക അധിക്ഷേപ കേസാണ്. ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാകാൻ പോകുന്ന ഒരു പ്രധാനമായ കേസിൽ ഏറ്റവും നിർണായകമായ ഇന്നലെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഇന്നത്തെ ന്യൂസാണ്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അകത്താക്കി എന്നത് ഒരു കാര്യമാണ്. അപ്പൊ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തന്നെ എന്നാണ്. ജാമ്യ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണെന്ന് കോടതി ഹർജി മാറ്റി. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു. അപ്പോൾ ഹൈക്കോടതി തീരുമാനങ്ങളിലാൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് നടപടികൾ കൊച്ചി നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും എന്നതാണ് ഇപ്പോ വാർത്തകൾ. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ. ഇത് ഇന്നത്തെ വാർത്തയാണ്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ലെന്നും മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിച്ചു. എന്നാൽ അടിയന്തര ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളത് എന്ന് ചോദിച്ച് കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നും ആരാനും സമാന പരാമർശങ്ങൾ ആവർത്തിക്കില്ല എന്നും ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കാം. അതുവരെ ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിലാകുമോ എന്നൊക്കെയാണ്. അപ്പോ ഇതിനെതിരെ രാഹുൽ ഈശ്വർ ഒരുപാട് പരാമർശങ്ങൾ ഹണി റോസിനെതിരെയും വാദിക്കുന്നുണ്ട്. നിരപരാധി പരാതിക്കാരി എന്റെ 3 ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ അപേക്ഷ പോലും പോലീസ് നൽകിയില്ലെന്നും ഈ സാഹചര്യത്തിൽ റിമാൻഡിൽ സൂക്ഷിക്കേണ്ട സാഹചര്യം ഇല്ലെന്നും ഹർജിയിലുള്ളത്. നടി ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായ വ്യവസായി കോടതി ജാമ്യാപേക്ഷ ഇപ്പോ നൽകിയതായി. അപ്പോ
ഏറ്റവും ലേറ്റസ്റ്റ് ആയ നോക്കും ഹണി റോസിന്റെ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയിൽ ചൊവ്വാഴ്ച വരെയുള്ള സമയ കാലയളവിലേക്ക് ഒരു ജാമ്യാപേക്ഷ മുൻകൂറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അലിഗേഷൻസ്, ഇതൊരു അലിഗേഷൻസ് തൊട്ട് തന്നെ ചിന്തിക്കുന്ന മീഡിയ മാർക്കറ്റിംഗ് ന്യൂസും കൂടിയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ. വിവാദങ്ങൾ പടച്ചുവിടുക എന്ന് പറയുന്നത് നിസ്സാരമാണ്. സമൂഹത്ത് ഇത് വ്യവസായ പ്രമുഖയായാലും ഇൻഡസ്ട്രിയിലായാലും അവിടെയും ഇവിടെയും ഈ കൂട്ടത്തല്ല് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരുടെ അവസ്ഥ, ബിസിനസ് മാഗ്നറ്റായ വ്യവസായ പ്രമുഖനായ ചെമ്മണ്ണൂർ അകത്താകുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ളവരാണ് ഇതിന്റെ പരാതി നൽകിയതെന്നൊന്നും പൊതുജനങ്ങൾ മറക്കുകയില്ല. പല യൂട്യൂബർമാർ പല രീതിയിൽ പല വ്യക്തിവൈരാഗ്യങ്ങൾ, പഴയ കണക്കുകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രാറ്റജിക്കൽ മൊമെന്റ് വ്യവസായ പ്രഭുവായ ചെമ്മണ്ണൂർ അകത്താകുമ്പോഴേക്കും അദ്ദേഹത്തെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അതിലും വകുപ്പ് ചാർത്തി പൂർണ്ണമായും 3 വർഷത്തേക്കെങ്കിലും അകത്തേക്ക് ഇടണം എന്നുള്ള നിർണായകമായ തെളിവുകൾ ശേഖരിക്കുന്ന നിമിഷങ്ങളെ പക്ഷെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി മലയാളി ഹൗസിൽ കാലഘട്ടത്തിൽ ഡ്രസ് എന്ന് പറയുന്ന കോണ്ടന്റിനെ എടുത്ത് അദ്ദേഹം ഇപ്പോ ഫയർ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു മലയാളി ഹൗസിൽ നമുക്ക് ആ കാര്യത്തെ കൂടുതലൊന്നും അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അവിടെയും അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു എന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടതായിരുന്നു മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പോ അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ ഹണി റോസിനെ ഇപ്പൊ ന്യായീകരിക്കുന്നില്ല. എന്തുകൊണ്ട് ന്യായീകരിച്ചിട്ടല്ല മറുപടി പറയുന്നതെന്നും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോ പ്രതിവാദം നിൽക്കുന്നതെന്നും പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് എവിടെയോ എന്തോ പോയിന്റുകൾ നിൽക്കുന്നു. ഒരു കുന്തി ദേവി എന്ന് പറയുന്ന ഒരു മാറ്ററാണ് ഇപ്പോ ചെമ്മണ്ണൂരിനെ അകത്താക്കാൻ പറ്റിയ അവസരമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോ ബോബി ചെമ്മണ്ണൂരിന് കടുപ്പിച്ച് തന്നെ രഹസ്യമൊഴി കൊടുത്തിരിക്കുകയാണ് നടി ഹണി റോസ്. 10-ാം തീയതി ഹണി റോസിന്റെ പടം ഇറങ്ങുന്നുണ്ട്, അതും കൂടി ഓർത്തു വെച്ചോളൂ. അപ്പൊ ഏത് പടമാണെന്നറിയില്ല. ആ ഇടയിലാണ് ഇത്തരത്തിലൊരു കേസുകളും ഇത്തരത്തിലൊരു വിവാദപരമായ കാര്യങ്ങളും ഹണി റോസ് സ്വയമേ കുയിൽ പൊട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താനും സാധ്യത കൂടുതലാണ്. ഇപ്പൊ സെക്ഷൽ ഹറാസ്മെന്റ് കേസാണ് കോർട്ട് ഇൻ കേരള സെന്റ് ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോ ഉള്ളത്. രണ്ടുപേരും വ്യവസായ പ്രമുഖർ തന്നെയാണ്. ബിസിനസ്സിലായാലും ഇൻഡസ്ട്രി ആയാലും ആരും അപ്പുറം ഇപ്പുറയും സാധാരണക്കാരൊന്നുമല്ല എന്ന് പലരും പറയുന്നുണ്ട്. സാധാരണക്കാർ നമ്മളാണ് സാധാരണക്കാർ, അല്ലാതെ സൊസൈറ്റിയെ വെറുപ്പിക്കുന്നവരൊന്നും സാധാരണക്കാരുമല്ല. ബോബി ചെമ്മണ്ണൂർ പല ബിസിനസ് പരമായി പല ജനങ്ങളെ മുതലെടുക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അദ്ദേഹം ബിസിനസ് പരമായ റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അവരുടെ കഥകളും അവരുടെ ഇൻഡസ്ട്രിയുള്ള കാര്യത്തിൽ അവർക്കൊരു ലോഞ്ചിങ് പ്രോഗ്രാം കിട്ടുന്നു. മാസ വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു പാച്ചലാണ്. ഇവിടെ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കുന്നത് ഒരു വേർഡാണ്. കുന്തി ദേവി എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ച അത് ആ ഒരു കഥാപാത്രം എന്താണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവാൻ കാരണം എന്താണ്? കുന്തി ദേവിസ് ക്യാരക്ടർ ഇന്ത്യൻ എപ്പിക് മഹാഭാരതയിലെ ഒരു കഥയായിരുന്നു. ഈ
considered an personification മദർഹുഡ്. ഒരു മദർഹുഡ് ആണ് കുന്തി ദേവി എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം. അന്ന് ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇതിൽ ശാസ്ത്രീയമായി അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വരാം. കുന്തി സംസ്കൃതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് ഹിന്ദു ആചാരത്താൽ ജനിച്ച സംസ്കൃത ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിൽ ഗുരുവിന്റെ രാജ്ഞിയായിരുന്നു. പാണ്ഡുവിനെ വിവാഹം കഴിച്ച് കുന്തി കർണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവരുടെ അമ്മയാണ് അവൾ. സൗന്ദര്യം, ബുദ്ധിശക്തിയും കൗശലവുമുള്ള ഒരു ചിത്രീകരിക്കുന്നു. അപ്പം എന്താണ് ഇത് യഥാർത്ഥ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ ചിലർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ അമ്മ എന്നൊരു പരാമർശമാണ്. കുന്തി എന്ന് പറയുന്ന വാക്കിന് മേൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയൊരു കേസ് ഫയൽ, അതായത് രഹസ്യമൊഴി എന്ന് പറഞ്ഞ്. പക്ഷെ അതിനു മുമ്പും എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും നമ്മൾ ചിന്തിക്കും. പക്ഷെ ഈ ഒരു വേർഡിൽ ഈ സീരിയലിനെ പറ്റി സംസാരിക്കുന്ന കാര്യത്താൽ അപ്പോ ഒരു മഹാഭാരത കഥയെ ചാർത്തിയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോ അകത്തായിരിക്കുന്നത്. വളരെ വലിയ ഒരു കേസ് തന്നെയായിട്ടാണ് എനിക്കും തോന്നുന്നത്. അപ്പോ അത്രയും വലിയ ഒരു കേസൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ജാമ്യം നൽകാവുന്ന ഒരു കേസാണ്. കാരണം ഇതിൽ കൂടുതലായി ശിക്ഷ വിധിക്കുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബാഡ് വാക്കുകൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ അനാവശ്യമായിട്ടൊന്നും രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഉണ്ട് എന്നത് എനിക്ക് തോന്നുന്നു. കുറച്ച് കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളിൽ വസ്ത്രധാരണ, മനുഷ്യന്റെ ശരീരത്തിൽ നമ്മളെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത് നമുക്ക് വസ്ത്രധാരണയിലും സൂക്ഷിക്കേണ്ട മര്യാദകളിൽ ഒന്നാണ്. അല്ല എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾ സമൂഹത്തിന് വേണ്ടി അല്ലാതെ പോരാടുന്നില്ലെങ്കിൽ മറ്റ് നമ്മുടെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പം പല യൂട്യൂബേഴ്സ് പല രീതിയിൽ അർത്ഥങ്ങൾ പോലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരുണ്ടാവും. അത്തരത്തിലുള്ളവരെ പോലെ നമ്മളെയും കൂട്ടരുത്. കാരണം സോഷ്യൽ ഇമ്പാക്ട് അത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് ഇത്. ഈ 2025 തന്നെ ഇത്രയും വലിയ അർത്ഥവ്യാഖ്യാനങ്ങളിൽ ഒന്നും പെടാതെ കുന്തി ദേവി എന്ന് പറയുന്ന ഈ സീരിയൽ 2013 മറ്റോ സ്റ്റാർട്ട് ചെയ്തൊരു ഞാനിത് കണ്ടിട്ടില്ല. ഇത് ഹിന്ദിയിലോ ഇറങ്ങിയൊരു സീരിയലാണ്. ആ സീരിയൽ കണ്ട ചെമ്മണ്ണൂർ അതിലെ അമ്മയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സംഭവം പറഞ്ഞതിന് വേണ്ടി ഇത്രയും വലിയ നെഗറ്റീവ് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. പോസിറ്റീവാണ് ചെയ്തതെങ്കിലും അവിടെ ഈ പ്രതി ചേർക്കുക എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കാരണമാവും. ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് വീണ്ടും അന്വേഷിക്കേണ്ട ഒരു ഭാഗമാണ്. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഹണി റോസിന്റെ ഭാഗത്തും നിൽക്കുന്നില്ല, ചെമ്മണ്ണൂറിന്റെ ഭാഗത്തും നിൽക്കുന്നില്ല. പ്രതി ചേർക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെയും നിയമപാലകരുടെയും ഉത്തരവിനെ അനുസരിച്ചായിരിക്കും. പക്ഷെ ഒരു ശിക്ഷ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഈ വ്യവസായ പ്രമുഖനായ ചെമ്മണ്ണൂർ ലോകത്തിലുള്ള ജനങ്ങളെ മൊത്തം വ്യവസായ പ്രമുഖനാണ്. അദ്ദേഹം ഒരു ബിസിനസ് മാഗ്നറ്റ് ആണെന്നത് നിങ്ങൾ പൊതുജനം മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് പരിഭ്രാന്തരമാണ്. അദ്ദേഹത്തിന്റെ കൈകളിലാണ് നമ്മുടെ പണം. നമ്മുടെ കൈകളിലുള്ള പണവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ്, അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ എന്തിന്റെയോ വൈരാഗ്യങ്ങൾ കൊണ്ട് ഒരാളെ അകത്താക്കുമ്പോൾ മറ്റു മനുഷ്യർക്കും അവിടെ പലതും സംഭവിക്കുമെന്നുള്ളൊരു റിസ്കിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം
തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, മാപ്പുകൾ പറയാം. അത് അന്നന്ന് തന്നെ എഫ്ഐആർ ചെയ്ത് ചെറിയൊരു കേസാക്കി അതിൽ അവൈലബിൾ ആയ ഒഫൻസുകൾ ചേർത്ത് ജാമ്യത്തിൽ വിടാനുള്ള ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ പരാമർശമായ ലൈംഗിക രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ ആ അപ്രോച്ച് അത്ര നല്ലതല്ല. പക്ഷെ തെറ്റായ വേർഡിൽ അർത്ഥം വ്യാഖ്യാനിക്കാതെ ഒരാളെ അകത്താക്കുന്നതിലും തെറ്റുകൾ സംഭവിക്കാം. അപ്പം ഇതൊരു നിർദ്ദേശകമായ ഒരു വീഡിയോ ആണ്. ആരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പോലെയല്ല. നമുക്ക് തെറ്റുകൾ നമ്മുടെ ഭാഷാ രീതിയിൽ പോലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പൊ തീരുമാനങ്ങളുടെ ഒരു പ്രശ്നമാണിത്. ഇത് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. എല്ലാം ഒന്ന് ആലോചിച്ച് ചെയ്താൽ ഇത്രയും പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു സമയവും അവിടെ കിട്ടും. പക്ഷെ ചൊവ്വാഴ്ച വരെയുള്ള ഈ കാത്തിരിപ്പ് ബോബി ചെമ്മണ്ണൂരിന് കൂടുതൽ കുരുക്കിന് സാധ്യതയുള്ള വലിയ തെളിവുകളോ എഫ്ഐആറുകളോ വകുപ്പുകളോ ചാർത്തിയിട്ടുണ്ടെങ്കിൽ ചെമ്മണ്ണൂർ എന്ന ബോച്ചെ അകത്താകും. സീക്രട്ട് ഏജന്റ് ഒക്കെ പറയുന്നു അദ്ദേഹം അകത്താകുന്നു, അദ്ദേഹം അകത്താകണം എന്നൊക്കെ ഒരുപാട് പരാമർശങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നുകൊണ്ടും അവിടെയും പല ഒഫൻസുകൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴത്തെ ദേശത്തിനെ അല്ലാതെ കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ ഒരു സമയത്ത് പ്രസന്റിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനാവില്ല. പ്രസന്റിന്റെ സമയവും പാസ്റ്റും പ്രസന്റും ഡിഫറൻസ് ഉള്ള ഒരു ലോകത്ത് നമ്മുടെ ആഗ്രഹം നിലനിർത്തണമെന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇയാളെ ഇന്ന് പൊട്ടിച്ചകത്താക്കണം. പക്ഷെ അദ്ദേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്ക് അകത്താക്കാൻ സമയം കൊടുക്കണം. അല്ലാണ്ട് പെട്ടെന്ന് അയാൾ ക്രൂരമായ കുറ്റവാളിയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ചെമ്മണ്ണൂർ അങ്ങനെ ക്രൂരനായ ഒരു കുറ്റവാളിയാണോ എന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം ഒരു വ്യവസായ പ്രഭുവാണെന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം ഇതിനു മുമ്പും ഇതുപോലത്തെ ഉദ്ഘാടനങ്ങൾക്കും ഇതിനു വേണ്ടി പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇൻഡസ്ട്രിയിലും നിൽക്കുന്നവരും അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാവരും മോഡേൺ ഫാഷൻ ഒക്കെ ഡ്രസ്സുകളിൽ ഇട്ടിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ലോഞ്ചിങ് പരിപാടികളിലേക്ക് പോവുകയുള്ളൂ. അവർ പല രീതിയിലുള്ള വേഷപ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാ വേഷവും ഒരുപോലെ ഇട്ട് പോകുന്നവനാണ് ചെമ്മണ്ണൂർ. ഒരിക്കലും വേഷം മാറാതെ ഒരേ വേഷത്തിൽ തന്നെ വെള്ളയും വെള്ളയിട്ട് ലോഞ്ചിങ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പം ഇവിടെ ഒരു നിഷ്പക്ഷമായ തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. ജനം എടുക്കേണ്ടത് നമ്മുടേതായ തീരുമാനത്തിലാണ്. മറ്റുള്ളവർ പറഞ്ഞ രീതിയിലോ മറ്റുള്ളവർ നിർണയിക്കുന്ന അവസ്ഥയിലോ അവർക്ക് വേണ്ടിയുള്ള കോണ്ടന്റിന് വേണ്ടിയോ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള നമ്മൾ സീക്രട്ട് ഏജന്റെയും ഒക്കെ ഫാൻസ് ആയിരിക്കും. പക്ഷെ അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നത് നമ്മൾ നോക്കി നമ്മൾ ഒരു റിപ്ലൈ കൊടുക്കണം. അതായത് പൊതുസമൂഹം ഒരിക്കലും വിവരം കെട്ടവരല്ല. അവർക്ക് എല്ലാം അറിയാനും അതിനുള്ള കെൽപ്പുണ്ട്. അല്ല എന്ന് നാം പറയും. നമ്മളെ വിവേചനം അങ്ങനെ എടുക്കാവൂ. ഒരാളെയും ആക്ഷേപിച്ച് എന്ന പേരിലും അധിക്ഷേപിച്ചും അതേ ക്രൂരനാണെന്ന് കുത്തി ഇറക്കി ഒരു സൂചി കുത്തി ഇറക്കിക്കൊണ്ട് ഉള്ള വിരോധമൊന്നും മനുഷ്യനോട് കാണിക്കണ്ട എന്നത് സൃഷ്ടിച്ചവൻ തന്നെ. മനുഷ്യന് അള്ളാഹ് ഏറ്റവും ബഹുമാനിച്ചത് മനുഷ്യനെയാണ്. അപ്പൊ ആ മനുഷ്യനെ വെറുക്കുമ്പോ അള്ളാഹ് എന്ന് പറയുന്ന ഈ ലോകം സൃഷ്ടിച്ചവന് എത്ര വലിയ സങ്കടം ഉണ്ടാവും. അപ്പോ നമ്മളൊരു ശിക്ഷ വിധിക്കുമ്പോ ക്രൂരമായ നിർദ്ദേശങ്ങളും ക്രൂരമായ പ്രവർത്തികളും ക്രൂരമായ സോഷ്യൽ പരിപാടികളും നിർത്തിയിട്ട് നന്നായി ഒരു പെർഫോമൻസ് ചെയ്യാതെ വല്ലാണ്ട് പ്രവോക്കിംഗ് ചെയ്യുന്ന
ഈ ഒരു സിറ്റുവേഷൻ മാറ്റണം. അതത്ര ചലഞ്ചിങ് ആയൊരു നടപടിയല്ല. അപ്പോ ഹണി റോസിന് ആക്ഷേപിച്ചപ്പോ ആ പെൺകുട്ടിക്ക് ഹേർട്ടായ ഒരു വേർഡാണ് ഇതെങ്കിൽ ആ പെൺകുട്ടി സോറി പറയാൻ മാത്രമാണ്. ഇത്ര വലിയ യുദ്ധപരിഹാസനങ്ങൾ നടത്തണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത്രയും വലിയ വേർഡുകൾ ഈ കുന്തി എന്ന് പറയുന്ന സീരിയലിൽ സംഭവിച്ചിട്ടില്ല. അമ്മ എന്ന പര്യവേഷണം അത്രയും മോശമായൊരു വേർഡാണെങ്കിൽ അതെന്തുകൊണ്ട് അത് തിരിച്ചറിയാൻ ഹണി റോസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഇപ്പൊ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ്, ആ ആരോപണങ്ങളിൽ കമന്റ് ഇടുന്നവര് കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ കമന്റ് ഇട്ടിട്ടും നിങ്ങളെ തന്നെ കുരുതി കൊടുക്കരുത് എന്ന് പറയുകയാണ്. കാരണം വെറുതെ ആരെയും ഒരു നിഷ്പക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ജനങ്ങളെ അറിയിക്കുക. അല്ലാതെ ഇത് വയലൻസ് കൊണ്ടോ കത്തിക്കുത്തു കൊണ്ടോ പൊതുജനങ്ങൾ അവർ സമരം ചെയ്യും. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ വ്യക്തിയെ അകത്താക്കുമ്പോൾ മനുഷ്യർക്ക് നഷ്ടങ്ങളാകുന്നത് അവരുടെ സ്വയം പര്യാപ്തതയാണ്. ആ പര്യാപ്തതയ്ക്ക് വേണ്ടി പലരും അയാളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങിയവരുണ്ടാവാം, കൊടുത്തവരുണ്ടാവാം, റിസ്കുകൾ ഒരുപാട് ഏറ്റെടുത്തവരുണ്ടാവാം. അപ്പോ മനുഷ്യനുമായി അപ്പുറം ഇപ്പുറയുമായി ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ആ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗത്താൽ മനുഷ്യൻ ആൺ പെൺ വ്യത്യാസം രണ്ടുപേരിലും തർക്കവും ഉണ്ടാവും, അതുപോലെ വയലൻസും ഉണ്ടാവും. രണ്ടുപേരിലൂടെയും ചിന്താഗതികൾ ഒരുപോലെ പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല ഹ്യൂമൻ റൈറ്റ്സ്. അതിന് വ്യത്യസ്തമായ കൺസെൻസും വ്യത്യസ്തമായ രീതികളുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടൊരു വ്യാഖ്യാനം കൊടുക്കുക എന്നത് പ്രപഞ്ചത്തിലാരും നിർദ്ദേശിക്കും. തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകളോടൊപ്പം അവന് മാപ്പ് കൊടുക്കുക എന്ന് കൊടുക്കുന്ന ഒരു വാല്യുബിൾ ആയ ഒഫൻസ് ഉണ്ട്. അപ്പം ഇവിടെ തെറ്റ് ആർക്കും സംഭവിക്കാം. ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞിരുന്നു. പക്ഷെ ഡ്രസ്സുപരമായ ബോഡി ഷേമിങ് പറയുന്നതിലും അദ്ദേഹം ഇത്തിരി അകലം പാലിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ഒരു ഫാക്ട്സ് പബ്ലിക്കിൽ അറിയിക്കേണ്ട കാര്യമില്ല. അപ്പം പബ്ലിക് അറിയണ്ടായിരുന്ന കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സ്വയമേ കുഴിയിൽ വീഴാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, അത് അടിസ്ഥാനപരമായ കാര്യമാണെങ്കിൽ മാത്രം ഒരാൾക്ക് ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്.